തിരുവനന്തപുരത്ത് പൊഴിയൂരിൽ കടലിൽ കാണാതായ 5 അംഗ കുടുംബത്തിലെ എല്ലാ പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. വിവരങ്ങളുമായി ജീവൻകുമാർ ചേരുന്നു. ജീവൻകുമാർ, 4 കുട്ടികളുടെയും അമ്മയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. തുടർ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഹരി, 5 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 3 പേരുടെ മൃതദേഹം തമിഴ്നാട്ടിൽ നിന്നും ആണ് കണ്ടെടുത്തത്. തമിഴ്നാട്ട് നീരോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് 3 പേരുടെ മൃതദേഹങ്ങൾ, അമ്മയടക്കമുള്ള 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കേരള അതിർത്തിയായ പൊഴിയൂർ കൊല്ലങ്കോട് നിന്നാണ് കണ്ടെടുത്തത്. ഇവരെ ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇവർ വിനോദസഞ്ചാരത്തിനായി ബോട്ടിങ്ങിനായി പൂവാറിലെത്തിയ ഇവരെ കടലിൽ കാണാതായത്. തുടർന്ന് കഴിഞ്ഞ മണിക്കൂറുകളായി ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. രാവിലെ കോസ്റ്റ് ഗാർഡും ഒപ്പം ഫയർഫോഴ്സും പോലീസിന്റെയും സംയുക്തമായ തിരച്ചിൽ രാവിലെ പൂവാറിൽ നടക്കുന്നുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇവരുടെ ബോഡി കണ്ടെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രദേശത്തെ ബോട്ടുകളിൽ പലതും ലൈസൻസ് ഇല്ല എന്നാരോപിച്ചുകൊണ്ട്, ഇവിടെ ഓടിക്കുന്ന ഡ്രൈവർമാർക്കടക്കം ലൈസൻസ് ഇല്ല എന്നാരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ പൂവാർ ബസ് സ്റ്റാൻഡിന് മുൻവശം റോഡ് ഉപരോധിക്കുകയാണ്, ഹൈവേ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത പോലീസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ചില വാക്കേറ്റങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ബോട്ടുടമകൾക്കെതിരെ ബോട്ടുടമകളാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആരോപണം. അവർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ ചില വാക്കേറ്റങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഹാരി, തിരുവനന്തപുരം പൊഴിയൂരിൽ കടലിൽ കാണാതായ 5 അംഗ കുടുംബത്തിലെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകളാണ് അധികവും അവിടെ സർവീസ് നടത്തുന്നത് എന്നാരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജീവൻകുമാർ.